ഫ്രണ്ട്സ്, ഐ എം രവീന്ദ്രനാഥ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഹൗ ടു ഗ്രോ ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡി എന്നുള്ളതാണ്. കുട്ടികൾക്ക് എങ്ങനെ അവരുടെ സ്റ്റഡിയിലെ ഇൻട്രസ്റ്റ് കൂട്ടാൻ സാധിക്കും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പല കുട്ടികളും പറഞ്ഞു കേൾക്കാറുണ്ട്, കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ മൂടില്ല, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞത് പെട്ടെന്ന് മറന്നു പോകുന്നു, അത്തരം കാരണങ്ങൾ കൊണ്ട് അവർക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവെ പറഞ്ഞു കേൾക്കാറുള്ള സംഭവങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു 5 ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ മാക്സിമം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഡ്യൂക്കേഷൻ ഇസ് എ പവർ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പവറാണ് ശരിക്കും പറഞ്ഞത്. അത് നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി കൂട്ടുന്നു, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും, അതുപോലെ നമ്മുടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികളിൽ വളരെ എന്തൂസിയാസം ഉണ്ടാകും, അതുപോലെ ഉണർവും ഉന്മേഷവും നമുക്കിത് കിട്ടുന്നു. അങ്ങനെ പല മേഖലയിലും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. അങ്ങനെ പല മേഖലയിലും നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് കഴിയുമെന്നുള്ളതാണ്. മാത്രവുമല്ല, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ കരുത്തുണ്ടാക്കുന്ന ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ പഠിക്കുക എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പഠിച്ചിട്ട് എന്താകണമെന്നുള്ള ഒരു ലക്ഷ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ലക്ഷ്യബോധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് കാര്യത്തിലും. നമ്മൾ ലക്ഷ്യമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പഠിക്കുമ്പോഴും നമുക്ക് ലക്ഷ്യം ഉണ്ടാവണം. നമുക്ക് പഠിച്ചിട്ട് വലുതായിട്ട് അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് എന്തായി തീരണം എന്നുള്ളൊരു ലക്ഷ്യം നമ്മുടെ ബിഗിനിങ്ങിൽ തന്നെ നമ്മുടെ മനസ്സിലുള്ളിൽ എടുക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ പഠിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങും എത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ മനസ്സിൽ കാണണം. അതുപോലെ ചുറ്റുമുള്ള അനുഭവങ്ങളെ എക്സാമ്പിൾ ആക്കിയിട്ട് നമ്മുടെ തന്നെ മനസ്സിനോട് പറയുക, എനിക്ക് പഠിക്കണം. അങ്ങനെ ഒരു ദൃഢമായ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് കോൺസെൻട്രേഷൻ. മനസ്സും ശരീരവും ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് കോൺസെൻട്രേഷൻ കൂടുന്നത്. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും, സപ്പോസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അതിന്റെ പെർഫോമൻസ് കൂടും. അതുപോലെ ജോലി സ്ഥലത്താണെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ അതിന്റെ വർക്ക് പെർഫോമൻസ് കൂടും. സോ മേക്ക് യുവർ മൈൻഡ് കോൺസെൻട്രേറ്റ് ആൻഡ് എനർജറ്റിക് അറ്റ് വൺ പ്ലേസ്. ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട്, നിങ്ങൾ കളിക്കാൻ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കളിക്കാൻ പോകുന്നില്ല. ഡെയിലി വൈകിട്ട് 4 മണിക്ക് പോകുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 4 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിൽ അലാറം അടിക്കും, കളിക്കാൻ പോകണം. അത് ആരുടെയും പ്രേരണ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമല്ല. അതുപോലെ പഠിക്കുന്ന കാര്യത്തിലും ഇതേപോലെയുള്ള ഒരു അലാറം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളിൽ സംഭവിക്കണമെന്നുള്ളതാണ്. രാവിലെ ആയാലും വൈകിട്ടായാലും നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു അഭിവാഞ്ഛ ആ സമയമാകുമ്പോഴേക്കും ഉണ്ടാകണം. അത് രക്ഷകർത്താക്കളുടെ പ്രേരണ മൂലമോ ആരുടെയെങ്കിലും പ്രേരണ മൂലമോ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ വേണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, എനിക്ക് പഠിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ അതനുസരിച്ച് ആ ഓർഡറിലേക്ക് വരികയുള്ളൂ. മൂന്നാമതായിട്ട് സ്റ്റോപ്പ് എക്സ്ക്യൂസസ്. മിക്ക കുട്ടികളും ചെയ്യുന്ന കാര്യമാണ് പഠിക്കുന്ന സമയത്ത് അത് നാളത്തേക്ക് പഠിക്കാം, അല്ലെങ്കിൽ അത് മാറ്റിവെക്കുക എന്നുള്ളൊരു ശീലം. അതൊരിക്കലും പാടില്ല. ഇന്നത്തെ ലെസൺസ് എന്തൊക്കെയാണോ അത് അന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നാളത്തേക്ക് മാറ്റിവെക്കുന്ന ശീലം അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്ന ഒരു ശീലം നിങ്ങളിൽ വളർത്തിയെടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നിങ്ങളിൽ അലസത കൂടുന്നതും പഠിക്കാനുള്ള ഉന്മേഷക്കുറവ് ഉണ്ടാകുന്നതും. പഠിക്കാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ സംഭവിക്കും. പഠിച്ചില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ എങ്ങും എത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങളിൽ വളരെ സീരിയസ് ആയിട്ട് കാണണം. നാലാമതായിട്ട് ക്വാളിറ്റി ഓഫ് സ്റ്റഡി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റഡി. ഏതാണ് വേണ്ടത്? വിച്ച് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്? ഓഫ് കോഴ്സ് ക്വാളിറ്റി ഓഫ് സ്റ്റഡി. ചില കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ കൂടുതൽ സമയം പഠിക്കും, പക്ഷെ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? ഒരു ദിവസം 4 മണിക്കൂർ പഠിക്കണമെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് അത് 4 മണിക്കൂർ നിങ്ങൾ പഠിക്കാതിരിക്കുക. കണ്ടിന്യൂ ആയിട്ട് 4 മണിക്കൂർ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തളർന്നു പോകും, അല്ലെങ്കിൽ ടയർഡാവും. അപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകും, നിങ്ങൾ കിടന്നുറങ്ങും. അത് ഭയങ്കര ദോഷം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് 4 മണിക്കൂർ നിങ്ങൾ ദിവസം പഠിക്കണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ വീതം അത് 2 ടൈമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക. പഠിക്കുന്ന സമയത്ത് ബ്രേക്ക് കൊടുക്കുന്ന എന്ന് പറയുമ്പോൾ വന്നിട്ട് കുറച്ച് സമയം TV കാണുക എന്നുള്ളതല്ല. പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വന്ന് TV ഇടയ്ക്ക് കാണരുത്. മറ്റ് സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പഠിക്കാൻ നേരത്തെ എപ്പോഴും നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യണം. ഒരിക്കലും ഒരു ഡിസ്റ്റർബൻസ് ഇരുന്ന് നിങ്ങൾ പഠിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ വളരെ ശാന്തമായ സ്ഥലത്തിരുന്ന് നമ്മൾ പഠിക്കുമ്പോഴായിരിക്കും എപ്പോഴും നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ പതിയുന്നത്. അതുപോലെ വായിക്കുന്ന സമയത്ത് ഉറച്ചു വായിക്കാനാണ് പറയുക. എപ്പോഴും നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ നമ്മൾ സംസാരിക്കുന്നതായാലും പഠിക്കുമ്പോഴായാലും നമ്മളിൽ നിന്നും പുറത്തു വരുന്ന ഈ ശബ്ദം നമ്മുടെ മനസ്സ് കേൾക്കണം. എങ്കിൽ മാത്രമേ അത് മനസ്സിൽ പതിയുകയുള്ളൂ. മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് മറന്നുപോയില്ല എന്നാണ് പറയുക. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറച്ചു വായിച്ച് പഠിക്കണം. അത് നിങ്ങളുടെ മനസ്സ് കേൾക്കത്തക്ക രീതിയിലായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ മറ്റു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ദിവസം നിങ്ങൾ 4 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ ചിലവാക്കണം എന്നുള്ളതാണ്. ശരിക്കും പറയുന്നത്, എത്ര സമയം പഠിക്കുന്നു അത്രയും സമയം
നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ചിലവഴിക്കണം എന്നുള്ളതാണ്. 50-50% ആയിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണ പറയാറുള്ളത്. ഇപ്പൊ ഞാൻ എന്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ എടുക്കുന്ന സമയം എപ്പോഴും വെളുപ്പിനുള്ള സമയമാണ്. എന്റെ കാരണം എന്ന് വെച്ചാല് ഒരു 4 മണി മുതൽ ഒരു 7 മണി വരെ, 6 മണി അല്ലെങ്കിൽ 7 മണി വരെ പഠിക്കുമ്പോൾ വെളുപ്പിനുള്ള സമയത്താണ് നമ്മുടെ മൈൻഡ് എപ്പോഴും നല്ല പവർഫുൾ ആയിരിക്കുന്നത്. ആ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മറന്നു പോകില്ല, അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് പഴയ ആൾക്കാരൊക്കെ പറയും വെളുപ്പിനെ പഠിക്കൂ എന്ന് പറയുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇത് തന്നെയാണ്. വെളുപ്പിനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ മറക്കില്ല. ആ സമയത്ത് നമ്മുടെ മൈൻഡൊക്കെ നല്ല പവറിലായിരിക്കും. നമ്മൾ റിലാക്സ് ചെയ്ത് കിട്ടുന്ന ശേഷം വരുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾ വായിക്കുന്ന റൂമിൽ നല്ല വെളിച്ചം ഉണ്ടാവണം, മറ്റ് ആരുടെയും ഡിസ്റ്റർബൻസ് അവിടെ പാടില്ല. TV ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനടുത്തുള്ളിൽ ഇരുന്ന് പഠിക്കാതിരിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും പഠിക്കാനുള്ള ഒരു ത്രില്ല് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോഴാണ്. 5-ാമതായിട്ട് ഫുഡ് ഹാബിറ്റാണ്. പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് സമയത്തിന് ഭക്ഷണം കഴിക്കുക, നല്ല ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. എല്ലാവരും ചിന്തിക്കേണ്ടത് പഠിക്കുന്ന കുട്ടികൾക്ക് ശാരീരിക ആരോഗ്യം വളരെ പ്രധാനമാണ്. ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഒരുപോലെ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് പഠിക്കാനും അതുപോലെ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ നിലനിർത്താനും വളരെ ഉന്മേഷത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. സോ ഡു സം എക്സസൈസ് ഡെയിലി. ഒരു 10-20 മിനിറ്റ് എങ്കിലും പറ്റുമെങ്കിൽ, ഇപ്പൊ കളിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിന് ആവശ്യമില്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് എങ്കിലും ഒരു ഡെയിലി ഒരു എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും അതുപോലെ നമ്മുടെ മസിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ നല്ലതാണ് കുറച്ച് സമയം എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.